അയോധ്യയിൽ നടക്കുന്നത് കല്യാണമല്ലെന്നും അതുകൊണ്ട് അവിടെ പോകാൻ ആരും വിളിക്കേണ്ടതില്ല എന്നും കോൺഗ്രസ് ഉത്തർപ്രദേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിനേശ് കുമാർ സിംഗ് 24നോട് പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആർക്കെ ഈ വിവിധ സംസ്ഥാനങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുണ്ട് നമുക്ക് മുമ്പിലുണ്ട്. കോൺഗ്രസ് ഒരു വലിയ വെട്ടിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനെ മറികടക്കാനുള്ള നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പാർട്ടി അധ്യക്ഷൻ ഖർഗെ വിട്ടുനിൽക്കുകയും സോണിയാഗാന്ധി വ്യക്തിപരമായി ഉള്ള ക്ഷണം എന്നുള്ള നിലയിൽ വ്യക്തിപരമായി പങ്കെടുക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണോ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്നത്? റീജിത്ത്, ഇതിന് ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നത്, അഥവാ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലെ മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കുന്നത്, ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു ചർച്ച പാർട്ടിക്കുള്ളിൽ നടന്നിട്ടില്ല. മറിച്ച് പൂർണ്ണമായിട്ടും ഇത് സോണിയാഗാന്ധിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എന്നതാണ്. അവർ ഈ ക്ഷണ നൽകാനായി വന്ന ഘട്ടത്തിൽ തന്നെ പരമാവധി പങ്കെടുക്കും എന്ന് അവർ ഈ വന്ന സമ്പത് റായിയോട് വ്യക്തമാക്കിയിരുന്നു. അതിന് തുടർച്ചയായിട്ടുള്ള ഒരു നിലപാടായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെ ക്ഷണിച്ചിട്ടില്ല, മറിച്ച് പാർട്ടിയിലെ 3 മുതിർന്ന നേതാക്കളെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. ആ മുതിർന്ന നേതാക്കൾ 3 പേരും അവരവരുടെ നിലപാടുകൾ അറിയിക്കും. ഈ വിഷയത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ തീരുമാനത്തിന് ഒരു പ്രസക്തിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളും ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളും വളരെ ശക്തമായിട്ട് സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ പങ്കെടുക്കുകയും BJPയുടെ ഈ രാമക്ഷേത്രത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ട അതിനെ ഫലപ്രദമായിട്ട് ചെറുക്കുകയും ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശത്തിലാണ് ഉള്ളത്. പക്ഷേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ആ വിഷയത്തിൽ നേരത്തെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലൂടെ തന്ത്രപരമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനാണ് കോൺഗ്രസ് നിർബന്ധിതമാകുന്നത്. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാന ഘടകം നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടേക്ക് പോകാനായിട്ട് തങ്ങൾക്ക് ആരുടെയും ക്ഷണം വേണ്ട എന്നുള്ളതാണ്. അത് കൂടുതൽ നേതാക്കൾ, ഉത്തർപ്രദേശിൽ നിന്നുള്ള കൂടുതൽ നേതാക്കൾ അടക്കമുള്ളവർ ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് വേണം നമുക്ക് വിശദീകരിക്കാൻ. ശരി, ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.